നമസ്കാരം. നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ, അല്ലെങ്കിൽ ഒരു പ്രചോദനമാണ് മഞ്ജു വാര്യർ എന്ന് തന്നെ പറയാം. മഞ്ജു വാര്യരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ലല്ലേ, മഞ്ജു വാര്യർ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ്. മലയാളത്തിലെ ഓരോ കഥാപാത്രങ്ങളും, മഞ്ജു വാര്യരുടെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് അത്രത്തോളം ആ ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഹൗൾഡാറിയും. ഹൗൾഡാറി കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും നാളും എന്തിനാണ് നമ്മൾ വെറുതെ ഇരിക്കുന്നത്, ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് പ്രയോജനമാകും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മുടെ മഞ്ജു വാര്യർ എന്ന് പറയുന്നത്. അതെ, അപ്പോ മഞ്ജു വാര്യർ എന്ന് പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വാക്കുകളില്ല. എല്ലാത്തിലും, ഡാൻസിലും പാട്ടിലും എല്ലാത്തിലും അപ്പൊ അഭിനയം. അത് മാത്രമല്ല, നമ്മുടെ പുതിയ ഹൗൾഡാറിയും ഇല്ല. ഇപ്പൊ മഞ്ജുവിന്റെ ആ ഒരു തുടക്കകാലത്തെ സിനിമ, ഓരോ സിനിമ എടുത്ത് നോക്കുമ്പോഴും ഒന്നിനും, അതെ, ഇപ്പൊ സല്ലാവാണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്ന് എന്നെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ദിലീപുമായിട്ടുള്ള വിവാഹമൊക്കെ. അപ്പൊ മഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ നൃത്തമാണ്. നൃത്തത്തിന് മഞ്ജുവിന്റെ ജീവിതത്തിൽ വലിയ 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 പ്രാധാന്യം തന്നെ ഉണ്ട്. വിവാഹം ചെയ്ത ശേഷം അഭിനയത്തോടൊപ്പം തന്നെ നൃത്തവേദികളിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിന്നിട്ടുണ്ട്. ഭർത്താവ് ദിലീപുമായി അകന്നു തുടങ്ങിയ കാലത്താണ് മഞ്ജു വീണ്ടും നൃത്തം ചെയ്യുന്നത്. വേൾഡ് ഡാൻസ് ഡേയോട്, നമ്മുടെ വേൾഡ് ഡാൻസ് ഡേയോട് പ്രാക്ടീസ് ചെയ്യുന്ന മഞ്ജുവിന്റെ വീഡിയോ ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു. ഈ വേളയിൽ നടിയുടെ ഇപ്പോ ആ ഒരു വീഡിയോ വൈറലായി കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡബിംഗ് ആർട്ടിസ്റ്റ് ആയ ഭാഗ്യലക്ഷ്മി മുമ്പ് പറഞ്ഞ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അറിയാലോ അല്ലെ, വലിയൊരു രീതിയിൽ ചർച്ചയായ ഒരു സംഭവം അല്ലായിരുന്നു. കാരണം വെച്ചാൽ ഒരു ക്ഷേത്ര പരിപാടിക്ക് മഞ്ജു വാര്യരുടെ നൃത്തം വേണം, നൃത്തം ബുക്ക് ചെയ്യാനായിട്ട് ചില സംഘാടകർ ഭാഗ്യലക്ഷ്മിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വിവാഹ ജീവിതത്തില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മഞ്ജു വാര്യരെ ഇങ്ങനെ സംഘാടകര് കാണാനായിട്ട് ഇടയായത്. ആ സമയത്ത് കയ്യിൽ പണമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മഞ്ജു തന്നെയാണ് ഇക്കാര്യം ഭാഗ്യലക്ഷ്മിയോട് അങ്ങോട്ട് പറഞ്ഞത്. കരിക്കുളം ക്ഷേത്രത്തിലുള്ളവർ എന്നെ വിളിച്ചിരുന്നു എന്നും ഉത്സവകാലത്ത് ഡാൻസ് കളിക്കാമോ, അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാമോ എന്ന് ഭാഗ്യലക്ഷ്മി മഞ്ജുവിനോട് ചോദിച്ചു. ആ സമയത്ത് മഞ്ജു പറഞ്ഞത്, അത് എന്താ ചേച്ചി, കളിക്കാമല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കളിക്കാം ചേച്ചി, എനിക്ക് ഡാൻസ് ചെയ്തേ പറ്റൂ, കാരണം സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് വളരെ വലിയൊരു പ്രശ്നത്തിലാണ്. കാരണം ആ സമയത്ത് വേർപിരിഞ്ഞിട്ടില്ല, പക്ഷെ അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയില് വാർത്തകൾ വന്ന സമയത്തായിരുന്നു. ആ സമയത്ത് തന്നെയാണ് മഞ്ജു ഈ കാര്യം പറഞ്ഞത്. എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുവാണ്, അതുകൊണ്ട് എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പൈസ വേണം, അതുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കാം എന്ന് മഞ്ജു തന്നെയാണ് ഭാഗ്യലക്ഷ്മിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടത്. ആ സമയത്ത് ദിലീപും മഞ്ജു വാര്യരുടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ ദിലീപ് മഞ്ജു ഡാൻസ് ചെയ്യുന്നതിനെ എതിർത്തതിനെ കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി ഇപ്പൊ പറഞ്ഞത്. നേരത്തെ ആ ഒരു അമ്പലത്തിൽ വെച്ച് ആ നൃത്തം സാധിച്ചതിലൂടെ നല്ലൊരു എമൗണ്ട്, നല്ലൊരു പണം മഞ്ജുവിന് ലഭിച്ചെന്നാണ് ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്രയും വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചതിന് ശേഷം തന്നെയാണ് മഞ്ജു വാര്യർ ആ ഒരു ഡാൻസിൽ കളിക്കാനായിട്ട് വേദിയിൽ എത്തിയത്. അത് മറ്റൊരു കാര്യം തന്നെയാണ്. അന്ന് ദിലീപ് മഞ്ജു ഡാൻസ് ചെയ്യുന്നതിനെ എതിർത്തതിനെ കുറിച്ചാണ് ഇപ്പൊ ഭാഗ്യലക്ഷ്മി സംസാരിച്ചത് അടുത്ത വീഡിയോയില്. രാത്രി കാലങ്ങളിൽ എനിക്ക് കോള് വരാറില്ല സാധാരണയായിട്ട്, പക്ഷെ 1:30 മണിയായപ്പോൾ ആ സമയത്ത് ദിലീപിന് ഒരു കോള് വരുമായിരുന്നു. ആ സമയത്ത് ദേഷ്യം വന്നെന്നാണ് പറയുന്നത്. എന്തിനാണ് രാത്രി 1:30ക്കൊക്കെ വിളിക്കുന്നതെന്ന് ഭാഗ്യലക്ഷ്മി ചോദിച്ചപ്പോ ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി എന്നാണ് പറഞ്ഞത്. ചേച്ചിയാണോ അമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തത് എന്നാണ് ദിലീപ് ചോദിച്ചപ്പോ ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല, 2 പേരെ കണക്ട് ചെയ്ത് കൊടുത്തതാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അപ്പൊ ഡാൻസ് കളിക്കാൻ പാടില്ലെന്നാണ് എടുത്ത വഴിക്ക് പറഞ്ഞത് ദിലീപ്. ഡാൻസ് മഞ്ജു കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അപ്പോ ഭാഗ്യലക്ഷ്മി പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഭാഗ്യലക്ഷ്മി അത് റെഡിയാക്കി കൊടുത്ത ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഭാഗ്യലക്ഷ്മി പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നിങ്ങൾ നേരിട്ട് സംസാരിക്കും, നിങ്ങളുടെ ഭാര്യയല്ലേ എന്നാണ്. 14 വർഷം കൂടെ ജീവിക്കുന്ന ഭാര്യയല്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് സംസാരിക്കും. ഇവിടെ ആ പ്രശ്നങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാണ് അതിലൂടെ വ്യക്തമാവുന്നത്. അപ്പൊ ചേച്ചിയോട് ഭയങ്കര ബഹുമാനവും സ്നേഹമാണ്, അപ്പൊ ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്നാണ് ദിലീപ് പറഞ്ഞത്. അപ്പൊ 14 വർഷം കൂടെ ജീവിച്ച് നിങ്ങൾക്ക് വരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച എനിക്ക് എങ്ങനെയാണ് അതിന് പറ്റുന്നത് എന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. അപ്പൊ കുറച്ച് രൂക്ഷമായി തന്നെ ഭാഗ്യലക്ഷ്മിന്റെ അടുത്ത് ദിലീപ് സംസാരിച്ചു. തിരിച്ച് ഭാഗ്യലക്ഷ്മിയും അതേമായി തന്നെയാണ് രീതിയിൽ സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും, കാരണം
അതിൽ അവര് ഒരു സാധനം റെഡി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ ഒരു വോയിസ് ഇല്ല സംസാരിക്കാൻ. അത് അവരുടെ ഫാമിലി മാറ്ററാണ്. അത് പുറത്തേക്ക് മൂന്നാമത്തെ ഒരാളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു രാത്രി സമയകാലങ്ങളിൽ അപ്പൊ ഒരു പ്രശ്നത്തിലേക്ക് വരും. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് അപ്പൊ തന്നെ വിളിക്കണം എന്നാണ്. പിന്നീട് മറ്റേ രാവിലെ എന്നെ വിളിക്കണം, അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ മഞ്ജുവിന് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു. രാവിലെ 6:30 ആയപ്പോഴേക്ക് മഞ്ജു തിരിച്ചു വിളിച്ചു. ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു, കുറച്ച് രൂക്ഷമായി സംസാരിച്ചു, പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്നാണ് ഭാഗ്യലക്ഷ്മി മഞ്ജുവിനോട് ചോദിച്ചത്. പക്ഷെ മഞ്ജു പറഞ്ഞത് മറ്റൊരു കാര്യമായിരുന്നു. ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം എന്നാണ്. ചേച്ചി ഇതേക്കുറിച്ച് ഒന്നും അറിയണ്ട, കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നാണ് മഞ്ജു പറഞ്ഞത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ആ ഡാൻസ് പെർഫോമൻസ് മഞ്ജു ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്രയും പ്രശ്നങ്ങൾ മഞ്ജു അനുഭവിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം മഞ്ജു ഡാൻസ് കളിക്കാനായിട്ട് വേദിയിൽ എത്തിയതെന്ന് മഞ്ജുവിന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ കോൺവെർസേഷനിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ വിവാഹ ജീവിതം തകർന്നതോടെയാണ് ഭർത്താവ് ദിലീപിൽ നിന്ന് ജീവനാവശ്യമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജു ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് അതിലേക്ക് ആ പുതിയ ജീവിതം കെട്ടിപ്പടുത്തുയർത്തത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെയാണ് മഞ്ജു അതിനുശേഷം വളർന്നു വന്നത്. ഒന്നുമില്ലായിരുന്നു മഞ്ജു ആ സമയത്ത്. ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ പോലും ചേച്ചി എന്റെ അക്കൗണ്ട് ഫ്രീസ് ആണ്, എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാന്ന് മഞ്ജു എടുത്തു പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും മഞ്ജു തന്റെ ജീവിതം കെട്ടിപ്പടുത്ത് ഈ ഒരു നിൽക്കുന്ന ഇപ്പോ നമ്മൾ കാണുന്ന മഞ്ജുവിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അത് മാത്രമല്ല വിലപിടിപ്പുള്ള നായികമാരിൽ ഒരാളായ മഞ്ജു വാര്യർ പടിപടിയായിട്ട് തന്നെയാണ് ഈ ഒരു സാമ്പത്തികമായിട്ട് വളർന്നത്. മറ്റുള്ള 140 കോടിക്ക് മുകളിൽ ആസ്തി ഇന്ന് മഞ്ജു വാര്യർക്ക് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. 50 ലക്ഷം രൂപ മുതൽ 1 കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നാണ് പറയുന്നത്. പക്ഷെ തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ കുറച്ച് കൂടിയിട്ടുണ്ട്. ആഡംബര കാറുകളും പിന്നെ ബൈക്കും ഒക്കെ മഞ്ജു വാര്യർക്ക് ഇപ്പോൾ ഉണ്ട്. എന്നെ എടുത്തു പറയേണ്ടത് മഞ്ജുവിന്റെ വേറൊരു സ്റ്റൈലിലേക്ക് പോയ ഒരിതാണ്. തുനിവ് എന്ന അജിത്തിന്റെ സിനിമ അഭിനയിച്ച ശേഷമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 21 ലക്ഷം രൂപ വില വരുന്ന BMW R1215 GS എന്ന ബൈക്ക് മഞ്ജു സ്വന്തമാക്കുന്നത്. അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിനെക്കാട്ടി വലിയ എന്തൊരു ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് തന്നെയായി. അതെ. പിന്നെ മഞ്ജുവിന് റേഞ്ച് റോവർ ഉണ്ട്, മിനി കൂപ്പർ ഉണ്ട്, ബലേനോ ഉണ്ട്, തുടങ്ങിയ ഒരുപാട് കാർ ശേഖരം തന്നെ മഞ്ജുവിന് ഇപ്പൊ ഉണ്ട്. മഞ്ജുവിന് കാറ് ഇങ്ങനെ വണ്ടികളോട് പ്രേം തോന്നി. ഇപ്പൊ മഞ്ജു യാത്ര ചെയ്യുന്നതും മഞ്ജുവിന്റെ സന്തോഷവും മഞ്ജു ബൈക്കിന്ന് വീണതിന്റെ സന്തോഷവും ഒക്കെ മഞ്ജു ബൈക്കിന്ന് വീണെന്ന് പറഞ്ഞപ്പോ ചെളിയൊക്കെ പുരട്ടിയിട്ടുള്ള ആ ഒരു ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ അത് സത്യം പറഞ്ഞാൽ ചുവടുകളായിട്ട് മഞ്ജു വരുന്നതിന്റെ ആ ഒരു സൂചന, ആ ഒരു നമ്മുടെ സ്ത്രീകൾക്ക് തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആണത്. പക്ഷെ 1 കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലത്തുള്ള റേഞ്ച് റോവർ വില. അത്രയ്ക്ക് വളർന്നു എന്ന് വേണം പറയാൻ. കാരണം ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് പറയുവാണ്, ഒരു ചേച്ചി അക്കൗണ്ട് ഫ്രീസായി, കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ മഞ്ജു ഇന്ന് 1 കോടിയുടെ വാഹനം വരെ, അതും റേഞ്ച് റോവർ വരെ വാങ്ങിച്ചു നിൽക്കുന്ന ആ ഒരു മൊമെന്റ് അത് എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമാണ്. കാരണം ഒരു എന്താ പറയാ ധനികയായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് മഞ്ജു എപ്പോഴും. പക്ഷെ ഇത്രയൊക്കെ കാറും ശേഖരം ശമ്പളം ഉണ്ടെങ്കിൽ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട്. ഈ ഇടയ്ക്ക് തന്നെ മഞ്ജു വാര്യരുടെ വിഷു ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലായ ചിത്രങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഇപ്പൊ വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും എല്ലാവരും ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള അങ്ങനെ ഒരു ആഭരണങ്ങളൊക്കെ ധരിച്ചു. പക്ഷെ മഞ്ജു സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് ഒരു അധികം വർക്കൊന്നും ഇല്ലാത്ത ഒരു സാരിയില് സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ഒരു പ്രിയം തോന്നും മഞ്ജുവിനോട്. അത് മാത്രമല്ല മഞ്ജുവിന്റെ ഈ ഒരു വളർച്ച കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഓരോ സ്ത്രീകൾക്കും ഒരു വലിയൊരു പ്രചോദനം തന്നെയാണ്. സാധാരണ ഇപ്പം ഓരോരുത്തരും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഡിവോഴ്സ് ആയി നിൽക്കുന്ന പല സ്ത്രീകളും കാണും. അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പൊ അത് സ്വന്തം ഭർത്താവിന്റെ മുന്നിലാണെങ്കിലും അവര് സന്തോഷത്തോടെ തരും. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ ഭർത്താവിന് ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ വെച്ച് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പൊ മഞ്ജുവിന്റെ ഈ ഓരോ വളർച്ചയും കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ്. കണ്ടോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് മഞ്ജു വളർന്നു വന്നപ്പോ നമുക്കും എന്തൊക്കെയോ നേടാൻ സാധിക്കും എന്ന് തന്നെ. മാത്രമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ്, ഒരു മകൾ, തന്റെ എല്ലാം, ഒരു കുടുംബം തന്നെ നഷ്ടപ്പെടുവാണ്. അവിടെ ആ കോടതി മുറിയിൽ നിന്ന് മഞ്ജു കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ആ ഒരു വീഡിയോ, പക്ഷെ ഇന്നത്തെ ആ ട്രാൻസ്ഫോർമേഷൻ എല്ലാം മലയാളികളെ ഞെട്ടിക്കുന്നതും അതുപോലെ തന്നെ ഇൻസ്പിറേഷൻ, അതെ, വലിയ ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് വളരാൻ വേണ്ടി വീണ്ടും 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 പ്രചോദനമാകുന്ന ഒരു താരമാണ് മഞ്ജു. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്.
മാത്രമല്ല മുന്നോട്ടുള്ള യാത്രയ്ക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജു വാര്യർക്ക് പിറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കൊടുക്കുന്നത്. മാത്രമല്ല ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റേത് നടിയേക്കാളും രണ്ടാം വരവിൽ ഏറ്റവും മികച്ച ചിത്രങ്ങളുമായി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ തന്റേതായ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു നായിക അത് മഞ്ജു വാര്യർ തന്നെയാണ്. എന്നും അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.